Hello everyone, once again welcome back to my YouTube channel. ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി അതിൽ നിന്നും കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ വ്യക്തിയിൽ നിന്നും കംപ്ലീറ്റ്ലി ലെറ്റ് ഗോ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് അത് പോസിബിൾ ആവുക, അതിനുവേണ്ടി പ്രാക്ടിക്കലായി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. നോക്കാം. ഒന്നാമതായി, ആ റിലേഷൻഷിപ്പിൽ നിന്നും മൂവ് ഓൺ ചെയ്യണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ അതിനായി അവരുമായിട്ടുള്ള കോണ്ടാക്ട് കംപ്ലീറ്റ് ആയി കട്ട് ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. ഇൻ കേസ് അവരുമായിട്ടുള്ള ടച്ച് നിലനിർത്തുന്നുണ്ടെങ്കിൽ അത് വീണ്ടും അവരുമായി ഇമോഷണലി കണക്റ്റഡ് ആവാനുള്ള ഒരു വഴിയായി മാറും എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരുമായിട്ടുള്ള കോണ്ടാക്ട് കംപ്ലീറ്റ് ആയി കട്ട് ഓഫ് ചെയ്യുക. ഇത് നിങ്ങൾക്ക് പോസിബിൾ ആകണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒന്നാമത്തെ കാര്യം, അവരെ ചിലപ്പോൾ ബ്ലോക്ക് ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ അൺഫോളോ ചെയ്യേണ്ടതായിട്ട് വരും, അല്ലെങ്കിൽ അവരുടെ മെമ്മറീസ് അല്ലെങ്കിൽ അവരുടെ നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്യേണ്ടതായി വരും എന്നുള്ളതാണ്. സോ ഇതിൽ നിങ്ങൾക്ക് ഏതാണോ പോസിബിൾ ആയിട്ടുള്ള കാര്യം അത് ചെയ്യുക എന്നുള്ളതാണ്. ബിക്കോസ് അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയ കാര്യങ്ങൾ പോയി സ്റ്റോക്ക് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. സോ അവരെ ജസ്റ്റ് ഒന്ന് കണ്ടാൽ മതി, അല്ലെങ്കിൽ അവരുടെ അപ്ഡേഷൻ എന്താണ് എന്നറിഞ്ഞാൽ മതി എന്നൊക്കെ ഉള്ളതായിരിക്കാം ചിലപ്പോൾ തോട്ട് പോകുന്നത്. പക്ഷെ അങ്ങനെയുള്ള തോട്ട്സ് വരുന്ന സമയത്ത് വീണ്ടും അവരെ പോയി സ്റ്റോക്ക് ചെയ്യാനും അവരെ കോണ്ടാക്ട് ചെയ്യാനുമുള്ള ഒരു സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവരെ കോണ്ടാക്ട് ചെയ്യാനുള്ള ഏതെങ്കിലും ഒരു രീതി നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുക, അത് ഡിലീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. മാത്രമല്ല, അവരുടെ പ്രസൻസ് ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് ഹീൽ ആവാനുള്ള ഒരു സ്പേസ് സ്വയം നിങ്ങൾ കൊടുക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു മൂവ് ഓൺ ചെയ്യുക എന്ന് പറയുന്നത് 100% സക്സസ്ഫുൾ ആക്കാൻ സാധിക്കുകയുള്ളൂ. സോ നിങ്ങൾക്ക് വേണ്ടി ആ ഒരു സ്പേസ് നിങ്ങൾ തന്നെ കൊടുക്കുക. ഇനി മൂവ് ഓൺ ചെയ്യണം എന്നുണ്ടെങ്കിൽ രണ്ടാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം, അവരുമായി റിലേറ്റഡ് ആയിട്ടുള്ള പാസ്റ്റ് മെമ്മറീസ്, അതായത് പൊതുവെ ഗുഡ് മെമ്മറീസ് ഉണ്ടായിരിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും റൊമാൻറ്റിസൈസ് ചെയ്യാൻ തുടങ്ങും എന്നുള്ളതാണ്. അത് വീണ്ടും വരണം, അല്ലെങ്കിൽ അങ്ങനെയുള്ള മൊമെന്റ്സ് ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിലൊക്കെ വീണ്ടും വീണ്ടും അതിങ്ങനെ ആലോചിക്കാനുള്ള ഒരു സാധ്യത കൂടുതലാണ്. സോ അത്തരത്തിലുള്ള റൊമാൻറ്റിസൈസിങ് ചെയ്യുന്ന ഒരു ബിഹേവ് ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. അത് സ്റ്റോപ്പ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ആ റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ചത്, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോവില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് എന്നുള്ളത് വീണ്ടും വീണ്ടും നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് ആ പേഴ്സൺ റൈറ്റ് പേഴ്സൺ അല്ല, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു റൈറ്റ് പേഴ്സൺ അല്ല എന്നുള്ള തോന്നലിലേക്ക് നിങ്ങളെ എത്തിച്ച ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങളെ തന്നെ ഓർമ്മപ്പെടുത്തുക എന്നുള്ളതാണ് രണ്ടാമതായിട്ട് ആ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ വ്യക്തിയിൽ നിന്നും കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ട കാര്യം. ഇനി മൂന്നാമത്തെ ഒരു കാര്യമാണ് പ്രോസസ് യുവർ ഇമോഷൻസ്. നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങൾക്ക് എന്ത് കാര്യമാണോ ഫീൽ ചെയ്യുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ വേണ്ടി ശ്രമിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇമോഷൻ വരുന്ന സമയത്ത് അത് അവോയ്ഡ് ചെയ്യേണ്ട കാര്യമില്ല. അത് ജസ്റ്റ് പ്രോസസ്സ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ വിഷമമായിരിക്കാം വരുന്നത്, അല്ലെങ്കിൽ ദേഷ്യമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ആങ്സൈറ്റി ആയിരിക്കാം, ഇങ്ങനെ പല ഇമോഷൻസും വരാനുള്ള സാധ്യത കൂടുതലാണ്. അതെല്ലാം അവോയ്ഡ് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇമോഷൻസിൽ നിന്നും എസ്കേപ്പ് ആവാൻ വേണ്ടി ശ്രമിക്കുകയോ ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഒരു ഇമോഷൻസിനെ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു സിറ്റുവേഷനെ നമുക്ക് പ്രോസസ്സ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ കൃത്യമായി നമുക്ക് എന്താണോ ആവശ്യം അതിലേക്ക് നമുക്ക് ലാൻഡ് ചെയ്യാൻ സാധിക്കാതെ വരുന്നത് അതുകൊണ്ടാണ്. സോ നിങ്ങൾക്ക് ഇമോഷൻസ് വന്നോട്ടെ, നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വന്ന് പൊക്കോട്ടെ എന്ന രീതിയിൽ ഇരിക്കുക. ആ ഒരു ഇമോഷനെ ഒപ്പോസ് ചെയ്യാനോ അല്ലെങ്കിൽ അതിൽ നിന്നും എസ്കേപ്പ് ആവാനോ ആ ഒരു തോട്ടിനെ ഡൈവേർട്ട് ചെയ്യാനോ ഒന്നും പ്രഷർ ചെയ്തുകൊണ്ട് ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ആ ഒരു ഇമോഷനിൽ തന്നെ സ്റ്റക്ക് ആവാതെ നമ്മളെ സേവ് ചെയ്യുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് സാഡാണ്, വളരെയധികം വിഷമത്തിലാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു ഇമോഷനിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യരുത്. പകരം റിയാലിറ്റിയിലേക്ക് തിരിച്ചു വരാൻ വേണ്ടി മാക്സിമം ട്രൈ ചെയ്യണം. മാത്രമല്ല, ഈ ഇമോഷൻസിനെ പ്രോസസ്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് ജേർണൽ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ഫീൽ ചെയ്യുന്നത്, ഒരുപാട് കൺഫ്യൂഷൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ള ആളുകളോട് എങ്ങനെ പറയും എന്നുള്ളതിനെ കുറിച്ച് അറിയാത്ത ഒരുപാട് കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ പറയണോ വേണ്ടയോ എന്നുള്ള കൺഫ്യൂഷനുള്ള തോട്ട്സ് ആയിരിക്കാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. അതൊന്നും നിങ്ങൾക്ക് മറ്റൊരാളുമായി ഷെയർ ചെയ്യാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു സ്വയം ക്ലാരിറ്റി കിട്ടുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് റൈറ്റ് ഡൗൺ ചെയ്യുക, ജസ്റ്റ് ജേർണൽ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടും, എന്ത് വേണം എന്ത് വേണ്ട, അല്ലെങ്കിൽ എന്താണ് ശരിയായിട്ടുള്ള തോട്ട്, എന്താണ് ശരിയല്ലാത്ത, നമ്മളെ തന്നെ സ്വയം നശിപ്പിക്കുന്ന തോട്ട്സ് എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഏകദേശം ഒരു ധാരണ കിട്ടും എന്നുള്ളതാണ്. സോ അതിന് വേണ്ടിയിട്ട് ജേർണൽ ചെയ്യുക, ജസ്റ്റ് റൈറ്റ് ഡൗൺ ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് എന്താണോ തോന്നുന്നത്
ആ കാര്യങ്ങളെല്ലാം. ഇനി ഈ 2 കാര്യങ്ങളും നിങ്ങൾക്ക് കംഫർട്ടബിൾ അല്ല എന്നുണ്ടെങ്കിൽ മൂന്നാമതായി നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ട്രസ്റ്റ്വർത്തി ആയിട്ടുള്ള ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിൽ തീർച്ചയായും അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത്. ഇനി ഇങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം നിങ്ങളുടെ ലൈഫിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അതിനൊരു സപ്പോർട്ടിന് വേണ്ടി മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂ എന്താണെന്ന് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായും അതിനാവശ്യമുള്ള പേഴ്സണൽ ഗൈഡൻസ് ഞങ്ങളുടെ ടീം നിങ്ങൾക്ക് നൽകുന്നതാണ്. സോ നിങ്ങളുടെ ഇമോഷൻസിനെ പ്രോസസ്സ് ചെയ്യുക, അതിനാവശ്യമുണ്ട് എന്ന് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചൂസ് ചെയ്യുക, ആ ഒരു ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട മറ്റൊരു കാര്യം. ഇനി നെക്സ്റ്റ് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു കാര്യം, ആ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി എക്സ്ക്യൂസസ് ഫൈൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഒരു പക്ഷേ അതൊരു ബാഡ് ടൈമിംഗ് ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ എൻ്റെ സമയം ശരിയല്ലാത്തത് കൊണ്ടായിരുന്നു, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ആ റിലേഷൻഷിപ്പ് സക്സസ്ഫുള്ളായി പോയേനെ, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് പലപ്പോഴും റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ വ്യക്തിയെ ലൈഫിൽ വീണ്ടും വീണ്ടും സ്റ്റേ ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടി ട്രൈ ചെയ്യാറുണ്ട്. അത്തരം എക്സ്ക്യൂസസ് ഫൈൻഡ് ചെയ്യാൻ മൈൻഡ് ട്രൈ ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള എക്സ്ക്യൂസസ് ഫൈൻഡ് ചെയ്യുന്നതിൽ നിന്നും മാറി നിൽക്കുക. നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ലൈഫിൽ ഒരു സ്പേസ് ഉണ്ടായിട്ടുണ്ടായിരിക്കും. ബിക്കോസ് നിങ്ങൾ ഏറെ ഇഷ്ടപ്പെട്ടിരുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ ആണ്. ആ വ്യക്തി നിങ്ങളുടെ ഡേ ടു ഡേ ലൈഫിൽ ഇപ്പോൾ ഇല്ല, അവരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, അവരെ മീറ്റ് ചെയ്യുന്നില്ല. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ അവിടെ ഒരു സ്പേസ് വേക്കൻ്റ് ആയി കിടക്കുന്നത് നിങ്ങൾക്ക് എപ്പോഴും ഫീൽ ചെയ്യും എന്നുള്ളതാണ്. സോ ആ ഒരു സ്പേസ് ഫില്ല് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. അത് ഫില്ല് ചെയ്യേണ്ടത് നിങ്ങൾക്ക് എന്തെങ്കിലും ഹോബീസോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള പാഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വീണ്ടും ചെയ്ത് തുടങ്ങുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി മെമ്പേഴ്സ്, നിങ്ങൾക്ക് ഏറ്റവും അടുപ്പമുള്ള വ്യക്തികൾ ഉണ്ടായിരിക്കാം, അവരുമായിട്ടെല്ലാം വീണ്ടും റീകണക്ട് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക എന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുന്ന, നിങ്ങളുടെ ലൈഫിനെ കുറെ കൂടി ഗ്രോ ചെയ്യിപ്പിക്കാൻ ഹെൽപ്ഫുൾ ആകുന്ന കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. എങ്ങനെയുള്ള ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയി മാറുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ആ ഒരു സ്പേസ് ഫില്ല് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഇനി കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന സമയത്ത് തീർച്ചയായും ചെയ്യേണ്ടി വരുന്ന ഒരു കാര്യമാണ് മൈൻഡ് സെറ്റ് ജസ്റ്റ് ഒന്ന് ക്ലിയർ ആക്കി വെക്കുക എന്നുള്ളത്. പലപ്പോഴും നമ്മുടെ തോട്ട്സിനെ റീഡയറക്റ്റ് ചെയ്യേണ്ടി വരുന്നത് ഒരു അത്യാവശ്യ ഘടകമായി വരാറുണ്ട്. അതായത് റിജക്ഷൻ അല്ലെങ്കിൽ ഒരു ഫെയിലായി അങ്ങനെയുള്ള തോട്ട്സ് വരുന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ട്രാക്കിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതൊരു ഫെയിലോ അല്ലെങ്കിൽ അതൊരു റിജക്ഷനോ ഒന്നും ആയി കൂട്ടേണ്ട കാര്യമില്ല. നിങ്ങളെ ആ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യം, ഒരു ലൈഫ് എക്സ്പീരിയൻസ് കിട്ടിയിട്ടുണ്ടായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക, അങ്ങനെയുള്ള രീതിയിൽ തോട്ടിനെ കൊണ്ടുപോകാൻ വേണ്ടി ട്രൈ ചെയ്യുക. ഫെയിലായി അല്ലെങ്കിൽ റിജക്ഷൻ നേരിട്ടു, അങ്ങനെയുള്ള നെഗറ്റീവ് തോട്ട്സിൽ നിന്നും മാറി ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിച്ചു അല്ലെങ്കിൽ മനസ്സിലാക്കാൻ സാധിച്ചു എന്ന രീതിയിലേക്ക് തിങ്ക് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. ഫൈനലി, ഓപ്പൺ യുവർ ഹേർട്ട് ടു ന്യൂ പോസിബിലിറ്റീസ്. ഒരു റിലേഷൻഷിപ്പ് ഫെയിലായി അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും ബ്രേക്കപ്പ് സംഭവിച്ചു എന്നൊക്കെ ആലോചിക്കുന്ന സമയത്ത് അതൊരു എൻഡാണ് അല്ലെങ്കിൽ ഇനി അങ്ങനെ ഒരു ചാപ്റ്റർ ലൈഫിൽ ഉണ്ടാവില്ല, അങ്ങനെയൊന്നും തിങ്ക് ചെയ്യേണ്ടതിൻ്റെ യാതൊരുവിധ ആവശ്യകതയും ഇല്ല. ന്യൂ ഓപ്പർച്യൂണിറ്റീസിലേക്ക് അല്ലെങ്കിൽ പുതിയ പുതിയ അവസരങ്ങളിലേക്ക് ഓപ്പൺ അപ്പ് ചെയ്യുക എന്നുള്ളതാണ് ലാസ്റ്റ് ആൻഡ് ഫൈനലി നമ്മൾ ചെയ്യേണ്ട കാര്യം. അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളെ തന്നെ ലവ് ചെയ്യുക, നിങ്ങൾ നിങ്ങളെ തന്നെ പ്രയോറിറ്റൈസ് ചെയ്യാൻ തുടങ്ങുക. സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനു വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം. സോ ഇത്രയും കാര്യങ്ങൾ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും കംപ്ലീറ്റ്ലി മൂവ് ഓൺ ചെയ്യണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ, അത് ലൈഫിൽ പ്രാക്ടിക്കലി നടക്കണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് എന്നുണ്ടെങ്കിൽ അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് പോയിന്റ്സ്, കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്തത്. തീർച്ചയായിട്ടും ഇത് ഹെൽപ്ഫുൾ ആകുന്ന കാര്യങ്ങൾ തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. ഹെൽപ്ഫുൾ ആണെങ്കിൽ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഏതെങ്കിലും രീതിയിലുള്ള ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അതിനൊരു പ്രോപ്പർ സൊല്യൂഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്